ഞങ്ങളതിനെ ചെസ് നമ്പർ 3 ഔട്ട്ഫിറ്റ് ആണ്. അതാണ് മാസ് ഔട്ട്ഫിറ്റ്. നിങ്ങൾക്ക് വേറെ എന്തൊക്കെ നല്ല കാര്യങ്ങൾ സംസാരിക്കാം? മഞ്ഞ പൂക്കള് ചുറ്റും മലകളും അല്ലെങ്കിൽ ഡോപ്പാമിൻ. ഹലോ ജപ്പാൻ ഇതൊക്കെ പുതിയ തുടങ്ങിയതാ. എനിക്ക് തോന്നുന്നില്ലേ മറ്റേ ആനിമയുടെ ആക്ഷൻ. അതിന് നീയൊക്കെ എണീക്കുമ്പോഴേ പോപ്പിടമ്പോൾ അഞ്ചാറ് വീടെത്തും. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ കൊറേ ഉണ്ടായിരുന്നു സീസൺ ഇറങ്ങാൻ പോവാ. സിനിമയാണോ? എടാ നീ ഇങ്ങനെ ചാടി ഇറങ്ങും അപ്പുറത്തൂടെ. മേക്കസീൻ ഇങ്ങനെ കടന്ന് ഉരുളണം. ആദർശ് മേക്കസീൻ. എനിക്ക് നല്ല മൂത്രഴിച്ചു ഇപ്പൊ പോളിസി വരും. ഈ മുരിങ്ങന്റെ ഇല പറിച്ചിട്ട് ഇത് മുരിങ്ങയാ? ഷെഫീൽഡിൽ ഒരു മുരിങ്ങാമരം ഉണ്ട്. ഇത് ഫുള്ള് ബീപ്പായിരിക്കും. ഇത് എടാ അതല്ലേ മഞ്ഞയായത് അല്ലല്ലേ? ഓട്ടം. അതിന്റെയാണ് മഞ്ഞ പൂക്കള് ചുറ്റും മലകളും. മഞ്ഞ അല്ലടാ മഞ്ഞ. അത് ഹാപ്പി ഹോർമോൺ. ആണോ ഹാപ്പി ഹോർമോൺ? നിങ്ങൾക്ക് വേറെ എന്തൊക്കെ നല്ല കാര്യങ്ങൾ സംസാരിക്കാം? ഓക്സിറ്റോക്സിൻ അല്ല ഹാപ്പി ഹോർമോൺ. നമ്മൾ അടിക്കുമ്പോഴേ അത് ഡോപ്പമിൻ. ഡോപ്പമിൻ അല്ല ഡോപ്പമൈൻ. അത് നിങ്ങൾ ഇംഗ്ലീഷുകാർ പറയും, നമ്മൾ മലയാളികൾ. അങ്ങനെ നോക്കിയാണെങ്കിൽ ബ്രിട്ടീഷുകാർക്ക് വേറെ ആക്സെന്റ്, നമുക്ക് വേറെ ആക്സെന്റ്. ഡോപ്പമൈൻ നമ്മൾ സയൻസിൽ പഠിക്കുന്നത് വേറെ, അല്ലെങ്കിൽ ഡോപ്പാമിൻ. ഇവിടുത്തെ ഈ ടണൽസിൽ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു ഇൻസ്ട്രുമെന്റ് വെച്ചിട്ടൊക്കെ ആൾക്കാരിരിക്കുന്നുണ്ട്. ഗൈസ്, ഞങ്ങൾ കുറച്ചു ദൂരം നടന്നിട്ട് ടയർഡായി. വി ആർ സിറ്റിംഗ് ഇൻ ദ തെരുവോരം. ടയർഡായി തറയിരിക്കും. ഇവിടെ ബാക്കിലൊരു വാലി ഉണ്ട്, പക്ഷെ ഇപ്പൊ വെള്ളമൊന്നുമില്ല. പക്ഷെ ശബ്ദം കേൾക്കാല്ലേ? നമ്മൾ ഗുണ്ടകളാണ്, അനാഥരല്ല. ഞങ്ങൾ ഇനി ആസ്തേ പോയി സാധനം മേടിക്കണം ഗൈസ്. ആസ്തയിൽ പോയി ഗ്രോസറി ഷോപ്പിംഗ് ചെയ്തില്ലെങ്കിൽ നാളെ തൊട്ട് ഞാൻ പട്ടിണിയാണ്. ഇന്നലെ ആണോടാ? ഞാൻ മറന്നുപോയി, ഞാൻ പിന്നെ മറന്നുപോയി. അപ്പം എല്ലാം കഴിഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത്. കാൽവി പോണെന്നായിരുന്നു, പക്ഷെ എന്താ പറഞ്ഞിട്ട് കാര്യമില്ല. മാറി വഴിന്ന് പഴം വയ്യടാ. ദൈവമേ, എന്താടാ ഇത്ര ഇല്ലടാ ഗ്രോസറി? നോക്കടാ.
പഴംപൊരി ഉണ്ടാക്കാന് ബാപ്പുവ അതിൽ നിന്റെ കയ്യിലെന്താ നിന്റെ കയ്യിലെന്താ അർഷാബി? എന്റെ കയ്യിൽ ബുക്കും പലതരം സാധനങ്ങളും ഉണ്ട്. ഫ്രണ്ട്സ്, അതൊക്കെ നൽകാം ഞാൻ. എല്ലാം ഒപ്പവാ. എന്റെ മുന്നടി ഇത്ര പേരാ. അല്ല ഷെഫീൽ എപ്പോഴും ഒരു കളി കൊണ്ട് ജയിച്ചില്ല. മോന് കഴിഞ്ഞ കളി ഷെഫീല ജയിച്ചത്. അത് ലീഗിലില്ല, സെക്കൻഡിലുണ്ട്. സോറി, ഡ്രിങ്കിങ് ഇസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. We are full today. അപ്പോൾ സമയം 11 മണി. ബിഗ് ബോസ് പറയുന്നവരുണ്ട്. ഇവിടെ ഇപ്പം 11 മണിയായി. ഞങ്ങള് ലിഡില് അസ്ദയില് പോയിട്ട് വന്നിട്ട് അവര് നേരെ ഞങ്ങളുടെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോയി. അവിടെ എല്ലാവരും കൂടെ കൂടാനായിട്ട്. സോ എനിക്ക് നാളെ ഷിഫ്റ്റ് ഉണ്ട്. എല്ലാവർക്കും പറഞ്ഞു വരുമ്പോൾ നാളെ ഷിഫ്റ്റ് ഉണ്ട്. ബട്ട് സ്റ്റിൽ എനിക്ക് ഗ്രോസറീസ് ഒന്നും തന്നെ ഇല്ലാതിരുന്നത് കൊണ്ട് ഐ ഷുഡ് സ്റ്റാർട്ട് ഫ്രം ദി സ്ക്രാച്ച്. ഐ തോട്ട് ഓഫ് ഡൂയിങ് സംതിങ് ലൈക്ക് പ്രെപ്പിംഗ് സംതിങ് അപ്പ് ആൻഡ് ദെൻ ഗോയിങ് ബാക്ക് അഗൈൻ ഇഫ് ഐ വിഷ് ടു. അപ്പൊ ഞാനിപ്പം ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടിലാണ്. വലിയ ഷെഫും കാര്യങ്ങളൊന്നുമില്ല, പക്ഷെ എനിക്ക് മാരിനേറ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. സോ പെപ്പർ, പിന്നെ ഗരം മസാല, ഞാൻ ഈ ഫുള്ള് ഡിഷസ് കഴുകിയതും പിന്നെ ഇവിടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തതും പിന്നെ ചിക്കനൊക്കെ ക്ലീൻ ചെയ്ത് വെട്ടി ഇപ്പോഴത്തെ ഈ മാരിനേഷൻ സംഭവം വരെ എത്തി നിൽക്കുന്നത് ആകെ ഒരൊറ്റ പാട്ടിൻ്റെ ബലത്തിലാണ്. അത് മറ്റേ ഡ്യൂഡെന്ന സിനിമയിലെ What's the song's name? Do I don't know. ഇപ്പല്ലേ ഞാൻ ഇട്ടത്. കറക്റ്റ് ഇപ്പൊ കുറവിടെ ഓർമ്മ ഉണ്ടായാൽ മതിയായിരുന്നു. പ്രെപ്സ് സ്റ്റാർട്ട് ചെയ്ത് അപ്പൊ തൊട്ട് ഞാൻ കേട്ടു തുടങ്ങിയ സാധനം ഇത്. ബൈ ദ വേ, ഞാൻ ഇൻഗ്രീഡിയൻസ് പറഞ്ഞോണ്ടിരിക്കുന്നു. അപ്പം കുറച്ച് പെപ്പർ, പിന്നെ ഗരം മസാല, ചിക്കൻ മസാല, പിന്നെ മഞ്ഞപ്പൊടി, ഉപ്പ്, മുളക് പൊടി, പക്ഷെ മാരിനേറ്റ് ചെയ്ത് ഇങ്ങനെ വെച്ചതിന് ശേഷം അതെടുത്ത് ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ഈസിയാണല്ലോ. അപ്പം ആദ്യമേ ചിക്കൻ വേണ്ടത്ര മാരിനേറ്റ് ചെയ്താൽ ഞാൻ ആദ്യം ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷെങ്കിൽ ഞാൻ മുന്നേ നിന്നത് കുറച്ച് ചേച്ചിമാരുടെ കൂടെ. അപ്പം മുന്നേ അപ്പം നാസിലാന്ന് പറഞ്ഞിട്ട് ചേച്ചിയുണ്ട്. അപ്പം ആ ചേച്ചി ഇങ്ങനെ ആദ്യമേ ചിക്കൻ മേടിച്ചുകൊണ്ട് വരുമ്പോൾ തന്നെ മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ കയറ്റും. ലൈക്ക് ഡീഫ്രോസ്റ്റിംഗ് ഓപ്ഷൻ ഇല്ലല്ലോ. നമ്മൾ അപ്പം തന്നെ മാർക്കറ്റിൽ നിന്ന് മേടിച്ചിട്ട് വരുമ്പോൾ ഡീഫ്രോസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. സോ അപ്പം തന്നെ വന്ന് പിന്നെ ചെയ്യാം എന്ന് പറഞ്ഞിരിക്കുന്നതിനേക്കാൾ അപ്പം തന്നെ മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ കയറ്റുവാണെങ്കിൽ ഇറ്റ് വിൽ ബി സോ ഈസി ഫോർ ദ ബിസി സ്കെഡ്യൂൾസ്. അപ്പം ഞാൻ ചിക്കൻ മാരിനേറ്റ് ചെയ്തു. ഞാൻ ഈ പെട്ടി തന്നെയാണ് മേടിക്കുന്നത്. ഈ പെട്ടി തന്നെ എനിക്ക് മാരിനേറ്റ് ചെയ്യാനും ഭയങ്കര ഇഷ്ടമാണ്. ഈ പെട്ടി തന്നെ ഞാൻ മാരിനേറ്റ് ചെയ്ത് ഇങ്ങനെ വെക്കും. എന്തോ ഒരു സോ ദിസ് ഇസ് ദ മാരിനേഷൻ. ഇനി ഇതേപോലെ ഇങ്ങനെ അടിച്ച് പോയിന്റ് നോട്ട് ചെയ്യേണ്ടത്, ഞാൻ സംഭവം നല്ല ക്ലീൻ ചെയ്ത് കഴുകിയതിന് ശേഷമാണ് പിന്നെ ഇതിനകത്തോട്ട് ചിക്കൻ ഇടുന്നത്. അപ്പം ആ ഒരു 10-20 മിനിറ്റ് നമുക്ക് മാറ്റി വെക്കാൻ പറ്റിയാൽ we have a whole prep done, the main prep done for a week. I don't know, for 2 or 3 days at least. ഇപ്പോഴാണ് ഓർത്ത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടില്ല. സാരമില്ല, നമുക്ക് കറിക്കിടാം. ഈ കറിക്കിപ്പോ ഇടാൻ ഓർക്കാൻ കുറെ സാധനമായില്ലേ. ഉപ്പ് കുറയ്ക്കണം,
ജിഞ്ചർ ഗാർലിക് ടേസ്റ്റിനാണ് ഇതൊക്കെ ഓർത്താൽ നന്നായിരുന്നു. Just living alone things bro. എൻ്റെ ഫോണൊന്ന് ചാർജ് ചെയ്യണമായിരുന്നു. ദാറ്റ്സ് ഡൺ. ക്ലീൻ ചെയ്തു, ഡൺ. പ്രപ്പ് ചെയ്തു, ഡൺ. ഇനി നമുക്ക് തിരിച്ചു പോകാം. പക്ഷെ എനിക്ക് നടുവ് നല്ല വേദനയുണ്ട്. I thought of crashing down, but പിള്ളേരെ വിളിച്ചതിലേക്ക് പോവാം. ആൻഡ് അവിടുത്തെ അവസ്ഥ എന്താണ്? വള്ളംകളിയൊക്കെ തുടങ്ങിയിട്ട് ഇച്ചിരി നേരമായിട്ടുണ്ട്. അവിടുത്തെ അവസ്ഥ എന്താണെന്ന് നമുക്ക് പോയി നോക്കാം. ആൻഡ് മേ ബി I'll be winding up the vlog there. ഇല്ലാത്ത ഗേൾഫ്രണ്ടിന്റെ അവിടുത്തെ കരയാടാ 2003 ഒരു സ്റ്റെപ്പ് പഠിച്ചു കളി, ഒരു സ്റ്റെപ്പ് കളി. ജാനകിയെ പോലെ പാട്. ജാനകി വരട്ടെ. ഗുഡ് മോർണിംഗ്, ഹലോ എവരിബഡി, വെൽക്കം ബാക്ക്. നമ്മൾ ഇന്നലെ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ പോയിട്ട് അവിടെ വെച്ച് സൈൻ ഔട്ട് ചെയ്യാമെന്നാണ് ഞാൻ ഓർത്തത്. പക്ഷേ എനിക്ക് മറന്നുപോയി. അവരുമായിട്ട് ഇരുന്നിട്ട് ഞാൻ ഫോണൊന്നും യൂസ് ചെയ്തില്ല, മറന്നുപോയി. പിന്നെ എന്നെ ഒരു സാധനം ഓർമ്മിപ്പിക്കാറാണ് പതിവ്. ഒരു മറന്നുപോയി ഉണ്ടാവും. എനിക്ക് പറഞ്ഞ പോലെ ഇന്ന് ഷിഫ്റ്റ് ഉണ്ടായിരുന്നു, നൈറ്റ് ഷിഫ്റ്റാണ്. സോ ഇവിടെ ഇപ്പോൾ ഏതാണ്ടൊരു 3-4 മണിയായി. ഇന്ന് വീക്ക് ഡേ ആയതുകൊണ്ട് എനിക്കില്ലാത്തൊരു ഷിഫ്റ്റാണ്. സ്വാപ്പ് ചെയ്ത് കിട്ടിയൊരു ഡേ ആയതുകൊണ്ട് എനിക്ക് കാർ പൂളിംഗ് ഇല്ല. അപ്പോൾ എനിക്കിത് നടന്ന് ഒരു 10-15 മിനിറ്റ്സ് നടന്ന് വേണം ബസ് ക്യാച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ നേരത്തെ എണീറ്റു ആൻഡ് ഐ മെയ്ഡ് ബ്രേക്ക്ഫാസ്റ്റ്. കുറേ നാളായിട്ടുള്ള ക്രേവിങ് ആയിരുന്നു എനിക്ക് മറ്റേ വീട്ടിലുണ്ടാക്കുന്ന പോലെ മുക്കിപ്പൊരിച്ചിട്ടുള്ള ബ്രെഡ് ടോസ്റ്റ്. കുറേ നാളുകൾ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം അതും ഒരു കട്ടിനും ഞാൻ കുളിച്ചിട്ട് ഡ്രസ്സ് ഇട്ടിട്ട് നാളെ വരെ പോയിട്ട് ഫ്രണ്ട്സിനെയൊക്കെ മീറ്റ് ചെയ്യും. അവിടെ വെച്ചെങ്കിലും എനിക്ക് സൈൻ ഔട്ട് ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ വിശ്വാസം. ആൻഡ് ഐ ഡോണ്ട് നോ ഇഫ് ദ വ്ലോഗ് ഇസ് ടു ലോങ്. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ വെച്ച് തന്നെ അങ്ങനെ കട്ട് ചെയ്യേണ്ടി വരും. ഇല്ലെങ്കിൽ ഒരു ഈവനിങ് കൂടെ 1.5 ഡേ. അപ്പം നമുക്ക് ഡ്രസ്സ് എടുക്കാം. ഞങ്ങൾ ജോലിക്ക് പോകാൻ പോകണം. എൻ്റെ പുതിയ വർക്ക് മേറ്റ്. ഞാനും നീയും ഭയങ്കര ഹൈ ഡിഫറൻസ്. അതിന് നമ്മള് വർക്ക് മേറ്റ്, ഫ്ലാറ്റ് മേറ്റ്, പിന്നെ ക്ലാസ് മേറ്റ്. അത് വേണ്ട, അതോടെ പറയണ്ട, തീർന്നില്ലേ? ക്ലാസ്മേറ്റ് അല്ലല്ലോ നീ എൻ്റെ. ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ ഇല്ലേ? പിന്നെ ആദ്യത്തെ ഫ്രണ്ട് മേറ്റ്. പക്ഷെ ഇതല്ലേ എളുപ്പം. സോ നമുക്ക് ഞങ്ങൾ വർക്ക് ചെയ്യുന്നിടത്തേക്ക് നമുക്ക് 1/2 മണിക്കൂറോളം യാത്ര ഉണ്ട്. 1/2 മണിക്കൂറുണ്ട്. 5:45 പോയ. അപ്പൊ ഞാൻ നോക്കുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മള് വലിയൊരു കമ്പനിയിലാണ്. അല്ല, നല്ല പൊക്കോട്ടോ കമ്പനിക്ക്. കട്ട് ചെയ്യില്ല.
സോ നമ്മ വർക്ക് ചെയ്യുന്നിടത്തേക്ക് നമ്മുടെ കൂട്ടുകാരെല്ലാവരും ഉണ്ട്. നമ്മള് എല്ലാവരെയും മീറ്റ് ചെയ്ത് എവിടെ പോയാലും എല്ലാരും കാണും. പിക്നിക് പോലെയാണ് നമ്മൾ പോവാ. നമുക്കിത് രാവിലെ, ചിലവർക്കിത് വൈകിട്ട്. അതെ, എന്റെ ന്യൂ നോർമൽ ആയിട്ട് ഞാൻ ഇത് കാണുന്നു. എന്റെ ന്യൂ നോർമലായി. അതെ, കണ്ണൊക്കെ കണ്ട ദിഗംബരനെ പോലെ. ഹലോ വേണ്ട. പറഞ്ഞു പിക്നിക്കിന് പോണ പോലെയാണ്. ഈ വണ്ടിയിൽ പോയിട്ട് ആമസോൺ വരെ പോയിട്ട് വരാം. ഡോൺ ഗ്യാസ് ഒരു ട്രിപ്പ്, ഫ്രീ ട്രിപ്പ്. ഉണ്ട്. ബസ്സുള്ള ബർത്ത്ഡേ ഒക്കെ ഒന്നും കണ്ടില്ലേ? ഞാൻ നോക്കുമ്പോ നീ എന്തിനു പറയുന്നു? നീ എപ്പോഴും അങ്ങനെയാ. ഇവൻ എന്നെ ഇഷ്ടമല്ലേ? എനിക്ക് വേറെ ഫ്രണ്ടിനെ കിട്ടിയല്ലേ? സനൂപ് വിളിച്ചിട്ട് എങ്ങനെ സനൂപില്ലാത്ത ആദ്യത്തെ ഓട്ടോയിൽ പോവാല്? ചെറുക്കല്ലാത്ത ആദ്യത്തെ ഓവർ ടൈമാണ്. സനൂപിനെ ഇപ്പൊ ബെൽറ്റിനൊക്കെ ഒഴിവാക്കില്ല. ആദ്യത്തെ ചെസ് നമ്പർ 1 ടാറ്റു. എടി എനിക്ക് എടുക്കാൻ പറ്റുന്നില്ലടി. ഇവനിങ്ങനെ എടുക്കുമ്പോഴത്തേക്ക് ഇപ്പൊ ഇവിടെ നിൽക്കുന്നു. നടന്നു വരാൻ നേരത്തെ എടുത്തിട്ട് ഞങ്ങൾ ഞങ്ങളുടെ കൂട്ടുകാരെ കാണാൻ പോകുന്നൊക്കെ പറയും. പിന്നെ ഞങ്ങളുടെ കൂട്ടുകാരെ കാണാൻ പോകുകയാണെന്നൊക്കെ. അപ്പം അടുത്തൊരു വ്ളോഗുമായി കാണുന്നത് വരെ ബൈ പറ. നൗറി ബൈ ഗൈസ്. ബൈ.